ക്രിസ്തുരാജനെ നമ്മുടെ രാജാവായി സ്വീകരിച്ചിട്ടുള്ളവരാണ് നമ്മളെല്ലാവരും. അവൻ്റെ രാജ്യത്വത്തിൽ വിശ്വസിച്ച് നമ്മൾ മുന്നോട്ട് യാത്ര ചെയ്യുന്നു. ക്രിസ്തുവിൻ്റെ രാജ്യത്വ തിരുനാളിന് നമ്മുടെ ദേവാലയങ്ങളിൽ പ്രദക്ഷിണമായി ജയ് ജയ് ക്രിസ്തുരാജൻ, ക്രിസ്തുരാജൻ ജയിക്കട്ടെ എന്നെല്ലാം നമ്മൾ മുദ്രാവാക്യങ്ങളൊക്കെ വിളിച്ച് പ്രദക്ഷിണം നടത്താറുണ്ട്. ഇന്ന് സഭയിൽ നമ്മുടെ കർത്താവിൻ്റെ രാജ്യത്വ തിരുനാൾ ആഘോഷിക്കുകയാണല്ലോ. യോഹന്നാന്റെ സുവിശേഷം 18-ാം അധ്യായം 33 മുതൽ 37 വരെയുള്ള തിരുവചനങ്ങളാണ് വിശുദ്ധ ഗ്രന്ഥത്തിൽ നാം ഇന്ന് വായിക്കുക. വിശുദ്ധ ബലിമധ്യേ ഈശോ ബന്ധനസ്ഥനായി പിലാത്തോസിന് മുമ്പിൽ നിൽക്കുകയാണ്. പിലാത്തോസ് അവനോട് പല ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. നീ യഹൂദരുടെ രാജാവാണോ? ഈശോ അവനോട് മറുചോദ്യം ചോദിക്കുന്നുണ്ട്. നീ അത് സ്വയമേവ പറയുന്നതോ അതോ മറ്റുള്ളവർ എന്നെപ്പറ്റി നിന്നോട് പറഞ്ഞതോ അങ്ങനെയൊക്കെ ചോദിക്കുന്നുണ്ട്. അതിന് പിലാത്തോസ് ഉത്തരം പറയുന്നു. അതിനുശേഷം 36-ാമത്തെ വചനത്തിൽ ഈശോ പ്രകാരം പറയും, എൻ്റെ രാജ്യം ഐഹികമല്ല. ആയിരുന്നുവെങ്കിൽ ഞാൻ യഹൂദർക്ക് ഏൽപ്പിക്കപ്പെടാതിരിക്കാൻ എൻ്റെ സേവകർക്ക് പോരാടുമായിരുന്നു. എന്നാൽ എൻ്റെ രാജ്യം ഐഹികമല്ല. പിലാത്തോസിനോട് പിലാത്തോസ് ചോദിക്കുന്ന കാര്യങ്ങൾക്ക് അത്ര വ്യക്തമായിട്ടല്ല പലപ്പോഴും ഉത്തരം നൽകുന്നത്. പക്ഷേ ഈ കാര്യത്തിൽ വരുമ്പോൾ എൻ്റെ രാജ്യം ഐഹികമല്ല, ആ ഒരു കാര്യം ഈശോ വളരെ വ്യക്തമായിട്ട് 2 ആവർത്തി പീലാത്തോസിനോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട്. ഞാൻ ഈ ലോകത്തിൻ്റെതല്ല, എൻ്റെ രാജ്യം ഈ ലോകമല്ല, എൻ്റെ രാജ്യം ഐഹികമല്ല. ഐ ആം നോട്ട് ഓഫ് ദിസ് വേൾഡ്. ഈശോ പല ആവർത്തി പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നു. അത് ഈശോയുടെ രാജ്യത്വത്തിൻ്റെ ഈശോ രാജാവാണെന്ന് പറയുമ്പോൾ ഈ ലോകത്തിൻ്റെ മാനദണ്ഡങ്ങളനുസരിച്ച് നമുക്ക് ഈശോ ഒരു രാജാവായിട്ട് പരിഗണിക്കാൻ സാധിക്കില്ല. കാരണം മറ്റു രാജാക്കന്മാരെല്ലാം, ലോകത്തിലെ ഏത് രാജാവിനെ നമ്മൾ എടുത്ത് നോക്കിയാലും അവരെല്ലാം അവരുടെ അധികാരം കൊണ്ട് മനുഷ്യരെ കീഴടക്കാനും മനുഷ്യരെ അധികാരത്തിന് കീഴിൽ കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോൾ ഈശോ ഒരിക്കലും അവരുടെ ശക്തി കൊണ്ടല്ല, അധികാരം കൊണ്ടല്ല, യുദ്ധം കൊണ്ടല്ല, ആയുധങ്ങൾ കൊണ്ടല്ല മനുഷ്യരെ കീഴടക്കുന്നത്. അവൻ്റെ ആയുധം സ്നേഹമായിരുന്നു. സ്നേഹം കൊണ്ട് മനുഷ്യരെ കീഴടക്കിയ രാജാവാണ്. ചരിത്രത്തിലുണ്ടായ മനുഷ്യരെല്ലാം, രാജാക്കന്മാരെല്ലാം ഇന്ന് ഓർമ്മകളായിട്ടാണ് നമ്മുടെ മനസ്സിലുള്ളത്, നമ്മുടെ ചരിത്രങ്ങളിലുള്ളത്. പക്ഷേ ക്രിസ്തു എന്ന രാജാവ് ഇന്നും ജീവിക്കുന്നവനായിട്ടാണ് നമ്മുടെ ഇടയിൽ വസിക്കുന്നത്. അവരെല്ലാം ഓർമ്മകളായിപ്പോയി. പക്ഷേ ക്രിസ്തു ഇന്നും നമ്മുടെ ഇടയിൽ ജീവിക്കുന്നുണ്ട്. രാജാക്കന്മാർ ശത്രുക്കളെ അവരുടെ ആയുധം കൊണ്ട് കീഴടക്കുമ്പോൾ ക്രിസ്തു ഏറ്റവും വലിയ ശത്രുവിനെ, മരണത്തെ കീഴടക്കിയത് തൻ്റെ മരണത്തിലൂടെയും ഉത്ഥാനത്തിലൂടെയുമാണ്. അതുകൊണ്ടാണ് പറയുന്നത്, മനുഷ്യർ അളക്കുന്ന അളവുകളോ മനുഷ്യൻ്റെ രാജ്യത്വത്തെക്കുറിച്ചുള്ള ചിന്തകളോ ഒന്നുമല്ല ക്രിസ്തു നമ്മുടെ മുന്നോട്ട് വയ്ക്കുന്നത്. അതിനെല്ലാം ആത്യന്തികമായിട്ടുള്ള ചിന്ത ഇത്രയേ ഉള്ളൂ. ക്രിസ്തുവിൻ്റെ രാജ്യത്വം നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഈ ലോകത്തിലുള്ളൊരു രാജ്യത്വമല്ല. ക്രിസ്തു ഈ ലോകത്തിൻ്റെ അധികാരങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഒരു രാജാവല്ല. അവൻ്റെ രാജ്യം ഐഹികമല്ല. അവൻ്റെ രാജ്യം സ്വർഗമാണ് അവൻ്റെ രാജ്യം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അങ്ങനെയാണെങ്കിൽ ഒരു രാജാവിൻ്റെ കീഴിലുള്ളവരാണ് ആ രാജാവിൻ്റെ ജനങ്ങൾ. അപ്പോൾ സ്വാഭാവികമായിട്ടും ക്രിസ്തുവിൻ്റെ രാജ്യം ഐഹികമല്ലെങ്കിൽ നമ്മുടെ രാജ്യവും ഐഹികമല്ല. ക്രിസ്തുവിൻ്റെ രാജ്യത്തിലെ അംഗങ്ങളാണല്ലോ നമ്മൾ. യോഹന്നാൻ്റെ സുവിശേഷം 17-ാം അധ്യായം 16-ാം വാക്യത്തിൽ അത് ഈശോ പറയുന്നുണ്ട് നമ്മളോട്. ഈശോ പിതാവിൻ്റെ അടുത്തേക്ക് പോകുന്ന അതിന് മുൻപായിട്ട് ശിഷ്യന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ആ സമയത്ത് ഈശോ പറയുന്ന കാര്യം ഇതാണ്: ഞാൻ ലോകത്തിൻ്റേതല്ലാത്തതുപോലെ അവരും ലോകത്തിൻ്റേതല്ല. അപ്പോൾ ഈശോ എങ്ങനെയാണോ ലോകത്തിൻ്റേതല്ലാതിരിക്കുന്നത്, അതുപോലെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ ഈശോയുടെ രാജ്യത്തിലെ അംഗങ്ങളാണെങ്കിൽ നമ്മളും ഈ ലോകത്തിൻ്റേതല്ല. അതുകൊണ്ട് മത്തായി ശ്ലീഹ നമ്മൾ ഓർപ്പിക്കും, നിങ്ങൾ ഭൂമിയിൽ നിക്ഷേപങ്ങൾ കരുതി വയ്ക്കരുത്. നമ്മൾ സ്വർഗത്തിൻ്റെ പുത്രരാണെങ്കിൽ സ്വർഗത്തിലാണ് നമ്മൾ നിക്ഷേപങ്ങൾ കരുതി വയ്ക്കേണ്ടത്. നമ്മൾ ഏത് രാജ്യത്താണോ ജീവിക്കുന്നത് ആ രാജ്യത്തിന് വേണ്ടിയല്ല നമ്മൾ നിക്ഷേപങ്ങൾ കരുതി വയ്ക്കുക. അതുകൊണ്ട്
മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 19-ാം വാക്യത്തിൽ നാം വായിക്കും, ഭൂമിയിൽ നിക്ഷേപം കരുതി വയ്ക്കരുത്, തുരുമ്പും കീടങ്ങളും അവ നശിപ്പിക്കും, കള്ളന്മാർ തുരന്ന് മോഷ്ടിക്കുകയും ചെയ്യും. അടുത്ത വചനം, എന്നാൽ സ്വർഗത്തിൽ നിങ്ങൾക്കായി നിക്ഷേപങ്ങൾ കരുതി വയ്ക്കുവിൻ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ്. ദൈവമാണ് നമ്മളുടെ രാജാവെങ്കിൽ നമ്മൾ സ്വർഗത്തിലെ പൗരന്മാരാണ്. അവൻ്റെ കീഴിൽ വസിക്കേണ്ടവരാണ്, നിത്യമായിട്ട് വസിക്കേണ്ടവരാണ്. അത് വീണ്ടും പൗലോസ്ലീഹ ഓർമ്മിക്കുന്നുണ്ട്. പൗലോസ്ലീഹ ഫിലിപ്പിയായിലെ സഭയ്ക്ക് എഴുതിയ ലേഖനം 3-ാമത്തെ അധ്യായം 19-ാമത്തെ വചനത്തിൽ 20-ാമത്തെ വചനത്തിൽ പൗലോസ്ലീഹ ഇതാണ് നമ്മൾ ഓർമ്മിക്കുക, ഭൗതികമായത് മാത്രം അവർ ചിന്തിക്കുന്നു, എന്നാൽ നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ്. സ്വർഗത്തെ ലക്ഷ്യമാക്കി മുന്നോട്ട് പോകണം. എൻ്റെ രക്ഷകൻ, എൻ്റെ കർത്താവ്, എൻ്റെ രാജാവാണെങ്കിൽ ആ രാജാവിൻ്റെ രാജ്യത്തിൽ ജീവിക്കാനുള്ളവരാണ് നമ്മളെല്ലാവരും. ആ ഒരു ബോധ്യത്തോടെ വേണം നമ്മുടെ ജീവിതം നമ്മൾ ഓരോ ദിവസവും മുന്നോട്ട് കൊണ്ടു നടക്കാൻ. നമ്മൾ ഈ ലോകത്തിൻ്റേതല്ല, നമ്മൾ ദൈവത്തിൻ്റേതാണ്. ക്രിസ്തു ഈ ലോകത്തിൻ്റെതല്ലാത്തതുപോലെ ക്രിസ്തുവിനുള്ളവരും ഈ ലോകത്തിൻ്റെതല്ല. ക്രിസ്തുവിൻ്റെ രാജ്യം ഐഹികമല്ലാത്തതുപോലെ നമ്മുടെ രാജ്യവും ഐഹികമല്ല. നമ്മൾ ഈ ഭൂമിയിലെ പൗരന്മാരല്ല, നമ്മൾ ദൈവരാജ്യത്തിൻ്റെ പൗരന്മാരാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ക്രിസ്തു നമ്മുടെ രാജാവാണെങ്കിൽ, ക്രിസ്തു നമ്മുടെ രാജാവായി വാഴണമെങ്കിൽ അവൻ്റെ പൗരത്വത്തിലെ, അവൻ്റെ രാജ്യത്തിലെ മക്കളെ പോലെ നമുക്ക് ജീവിക്കാം. നമുക്കെല്ലാവർക്കും അറിയാം, ഒരു രാജ്യത്തിൽ ജീവിക്കുന്ന ആളുകൾ ആ രാജ്യത്തിലെ രാജാവ് പറയുന്നത് അനുസരിക്കാൻ വിളിക്കപ്പെട്ടവരാണ്, അനുസരിക്കാൻ ബാധ്യതയുള്ളവരാണ്. എന്നാൽ മാത്രമേ അവർ യഥാർത്ഥ പൗരന്മാരായി മാറുകയുള്ളൂ. അവിടെ ക്രിസ്തു പഠിപ്പിച്ച ക്രിസ്തുവിൻ്റെ ശൈലി നമുക്ക് സ്വീകരിച്ച് മുന്നേറാം. മറക്കാതിരിക്കാം, നമ്മൾ ഈ ഭൂമിയുടേതല്ല, ഐഹികമായതല്ല, ഈ ലോകത്തിൻ്റേതല്ല. ക്രിസ്തു അവസാനം നമ്മൾ പറഞ്ഞിട്ട് പോകുന്ന കാര്യം ഇതാണ്, ഞാൻ ഈ ലോകത്തിൻ്റേതല്ലാത്തതുപോലെ നിങ്ങളും ഈ ലോകത്തിൻ്റേതല്ല. ദൈവം നമ്മളെല്ലാവരെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ.